പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതൊരു ലെങ്തി വീഡിയോസ് ആണ്. അപ്പോൾ കുറച്ച് സ്പീഡിലാണ് ഞാൻ ക്ലാസ് എടുക്കുക. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിലെ പ്രൈമറി ഫംഗ്ഷനിൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. അപ്പം ഡെപ്പോസിറ്റ് നമ്മൾ 4 തരത്തിലുള്ള അക്കൗണ്ട് മുഖേനയാണ് ഡെപ്പോസിറ്റ് പറഞ്ഞത്. പക്ഷെ ഒരു ഡെപ്പോസിറ്റ് കൂടി ഉണ്ട്. ഇതൊരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ്. അപ്പോൾ അത് ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ് എന്ത് ഹോം സേഫ് ഡെപ്പോസിറ്റ്. ഈ സ്കീം പ്രകാരം ദി സ്കീം എയിംസ് അറ്റ് പ്രൊമോട്ടിംഗ് എ സേവിംഗ് ഹാബിറ്റ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അണ്ടർ ദിസ് സ്കീം എ സ്മാൾ സേഫ് ഈസ് അപ്ലൈഡ് ടു ദ ഡെപ്പോസിറ്റർ to keep it at home and put his or her small saving in it. അപ്പോൾ ഒരു സേവർ അതായത് ഒരു ബോക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിഗ് ബോക്സ് ആയിരിക്കാം. ഇത് ബാങ്ക് കൊടുക്കും ഡെപ്പോസിറ്റർക്ക്. എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം ഈ ബോക്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യുക. ദ സേഫ് ഈസ് ടേക്കൺ ടു ദ ബാങ്കിലേക്ക്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കൊണ്ടുപോകുക. where the amount is available in the safe is credited to his account. വളരെ സിമ്പിളാണ്. ബാങ്ക് നമ്മൾക്കൊരു ബോക്സ് നൽകുന്നു. ആ ബോക്സിൽ നമ്മൾ കിട്ടുന്ന സേവിങ്സുകൾ അതിൽ നിക്ഷേപിക്കുക. എന്നിട്ട് അതിൽ കുറച്ച് പൈസ ആയി കഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ ബാങ്കിൽ ചെല്ലുക. അതിലുള്ള ക്യാഷ് അവർ എന്ത് ചെയ്യും, ആ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. അതാണ് ഹോം സേഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റിൻ്റെ ഏരിയ കഴിഞ്ഞു. ഈ ലെൻഡിങ് ലോൺസ് ഓർ ഫണ്ട്സ് ആണ് പറയുന്നത്. ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു അഡ്വാൻസ് loans to the customers. Bank charges interest from the borrowers, and this is the main source of their income. The modern banks gives mostly secured loan for the productive purposes. And the time of advancing loans, they demand a proper security or collateral. Generally, the value of security or collateral is equal to the amount of loan. This done mainly with a view to recover the loan money by selling the securities in the event of the non-refund of the loan. അപ്പോൾ ലെൻഡിങ് ഓഫ് ദ ഫണ്ട്സ്, ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് പ്രൈമറി ഫംഗ്ഷനിലെ രണ്ടാമത്തെ ഫംഗ്ഷൻ. അതായത് ബാങ്കുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു മാർഗമാണ് ലെൻഡിങ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ് അവരെന്ത് ചെയ്യുന്നു, ആവശ്യക്കാർക്ക് കൊടുക്കുന്നു. അതിന് കൂടാതെ അവരെന്ത് ചെയ്യുന്നു, ഒരു പലിശ അതിൻ്റെ മേലെ ചാർജ് ചെയ്യുന്നു. ലോണ് നമ്മൾ ബാങ്കിലോട്ട് വന്നിട്ട് ലോണ് വേണമെന്ന് പറഞ്ഞാൽ അവർ ലോണ് തരില്ല. പകരം അവർ നമ്മളോട് എന്ത് ആവശ്യപ്പെടും, ഒരു സെക്യൂരിറ്റി, ഡിമാൻഡ് ദ പ്രോപ്പർ സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റി ആവശ്യപ്പെടും. നമ്മൾക്കിപ്പോൾ 5 ലക്ഷം രൂപ വേണമെങ്കിൽ നമ്മളെ ലാൻഡിൻ്റെ ആധാരമോ അല്ലെങ്കിൽ ഗോൾഡോ വെക്കണം. ആ സെക്യൂരിറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റീൻ്റെ വാല്യൂവിന് കണക്കാക്കിയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമ്മൾക്ക് ലോണായിട്ട് അവർ നൽകുക. ഇനി അഥവാ നമ്മളെ ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അവിടെ പറയുന്നുണ്ട്, നമ്മൾ ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇങ്ങനെ ഈ സെക്യൂരിറ്റി അവർ വാങ്ങുന്നതിൻ്റെ കാരണം നമുക്ക് ലോൺ ഒരു പക്ഷേ തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി അവർ വിൽക്കുകയും അത് വിറ്റിട്ട് അവർക്കുള്ള ക്യാഷ് എടുക്കുകയും ബാക്കി നമുക്കുണ്ടെങ്കിൽ തിരിച്ചു നൽകുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ദിസ് ഇസ് ഡൺ. ഇത് ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണം മെയിൻലി വിത്ത് എ വ്യൂ ടു റിക്കവർ ദ ലോൺ മണി ബൈ സെല്ലിംഗ് ദ സെക്യൂരിറ്റി ഇൻ ദി ഇവൻറ്റ് ഓഫ് ദ നോൺ റീഫണ്ട് ഓഫ് ദ ലോൺ നമുക്ക് തിരിച്ചടയ്ക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രം. ഓക്കെ. ഇനി പറയുന്നത് പലതരത്തിലുള്ള ലോണുകൾ, ഏതൊക്കെ തരത്തിലുള്ള ലോണുകളാണ് ലഭ്യമാകുന്നത് എന്നാണ്. അതിൽ ഒന്നാമത് പറയുന്നത് ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്, ടേം ലോൺസ് ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ഡിസ്കൗണ്ട് ഓഫ് ബിൽസ് ഉണ്ട്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. അതിൽ നമ്മൾ ഇനി അടുത്തത് പറയുന്നത് ക്യാഷ് ക്രെഡിറ്റ് ആണ്. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് സ്കീം ബാങ്ക് അഡ്വാൻസസ് ലോൺസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ബോണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോണ്ട്സ്, ഇൻവെൻട്രീസ് ആൻഡ് അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബാങ്ക് അദ്ദേഹത്തിൻ്റെ കസ്റ്റമർക്ക്, അവരുടെ കസ്റ്റമറിന് ലോൺ കൊടുക്കുകയാണെങ്കിൽ അത് ക്യാഷ് ക്രെഡിറ്റ് എന്നാണ് പറയാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്യാഷ് ക്രെഡിറ്റ് ബാങ്ക് അഡ്വാൻസസ് ലോൺ ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ബോണ്ട്സ്, ഇൻവെൻട്രീസ് ആൻഡ് അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. And under this scheme, the banks enter into an agreement with the customers to which money can be withdrawn by many times during the year. അപ്പോൾ ബാങ്ക് ലോണ് സാങ്ഷൻ ആക്കി കഴിഞ്ഞാൽ ആ എമൗണ്ട് ആ കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ എപ്പോൾ വേണമെങ്കിലും എത്ര രൂപ വെച്ചും അതൊന്ന് വിഡ്രോ ചെയ്യുക. ഒറ്റ ടൈം ഒരേ ലംസം മാറ്റി എടുക്കുക, അല്ലെങ്കിൽ മെനി ടൈംസ് ആയിട്ട് വിഡ്രോ ചെയ്യുക. ആ ലോണ് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ബാങ്കിൽ പ്ലഡ്ജ് ചെയ്യേണ്ട സെക്യൂരിറ്റീസ് ഇപ്പം ബോണ്ടായിരിക്കാം,
അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെന്ററീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആയിരിക്കും. ഓക്കെ, അണ്ടർ ദിസ് സെറ്റപ്പ് banks open an account for their customers and deposit the loan money. With this type of loan, credit is created. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാങ്ക് എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിലുള്ള ബോണ്ടോ അല്ലെങ്കിൽ ഇൻവെന്ററീസോ അത് സെക്യൂരിറ്റീസോ പ്ലഡ്ജ് ചെയ്യുമ്പോൾ ബാങ്ക് അവർക്ക് ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കും. അതിന് സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കും. ആ അക്കൗണ്ടിലേക്ക് ഈ ലോൺ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അതിൽ നിന്ന് കസ്റ്റമർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ എമൗണ്ട് വിത്ഡ്രോ ചെയ്യാം. ഓക്കെ, ഇതാണ് ക്യാഷ് ക്രെഡിറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ടേം ലോൺസ് ആണ്. ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഒരു വർഷത്തിന്, അപ്പോൾ ഷോർട്ട് ടേം, ഒരു വർഷത്തിന് താഴെയാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം എന്ന് പറയുന്നു. ഒരു വർഷത്തിൻ്റെ മേലെ, അത് 3 വർഷത്തിനുള്ളിൽ മിഡിൽ, 3 വർഷത്തിൻ്റെ എബോവ് വരുമ്പോൾ അതിനെ ലോങ് ടേം ലോൺസ് എന്ന് പറയും. അപ്പോൾ 3 കാറ്റഗറി ലോൺസ് ബാങ്ക് കൊടുക്കും. നോക്കാം, ദ ടേം ലോൺ ഈസ് എ മോണിറ്ററി ലോൺ ദാറ്റ് ഈസ് റാപ്പിഡ് ഇൻ ദ റെഗുലർ പേയ്മെൻറ്റ് ഓവർ ദ സെറ്റ് ഓഫ് പീരീഡ് ഓഫ് ടൈം. ഒരു സെറ്റ് ഓഫ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ഈ ലോൺ കൊടുക്കുക. ഇത് അതർ വേർഡ്സ്, ദ ലോൺ ഫ്രം എ ബാങ്ക് ഫോർ എ സ്പെസിഫിക് എമൗണ്ട് ദാറ്റ് ഹാസ് ബി എ സ്പെസിഫൈഡ് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. നമുക്ക് 5 വർഷത്തിന്, 3 വർഷത്തിന്, 1 വർഷത്തിന് ഇങ്ങനെ എടുക്കാം. അവരൊരു റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് കോൾഡ് ടേം ലോൺ. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, അതായത് ഇങ്ങനെ കുറഞ്ഞ് വരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. The term loans usually last between 1 to 10 years. നോക്കുക, 1 തൊട്ട് 1 വർഷം മുതൽ 10 വർഷം വരെ നിൽക്കുന്നതാണ് ടേംസ് ലോൺ. ബട്ട് ഇറ്റ് മേ ലാസ്റ്റ് ലോങ് ആസ് 30 years ഇൻ സം കേസസ്. ചില കേസുകളിൽ 30 വർഷം വരെ എടുക്കാം. ഇതൊക്കെ ഹോം ലോൺ, ഇൻഡസ്ട്രിയൽ ലോൺ ആണ് വരിക. ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ആസ് എ ഷോർട്ട് ടേം, മീഡിയം ആൻഡ് ലോങ് ടേം. ഷോർട്ട് ടേം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട എപ്പോഴും 1 വർഷത്തിൻ്റെ ഉള്ളിലാണ്. മീഡിയം ടേം എന്ന് പറഞ്ഞാൽ 3 വർഷം വരെയാണ്. 3 വർഷത്തിൻ്റെ എബോവ് വരുന്നതൊക്കെ 5 years ആണ്. അപ്പോൾ അതൊക്കെ 30ൽ വരും. അപ്പോൾ ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീപേയ്മെൻറ്റ് ഷെഡ്യൂളിന് പർട്ടിക്കുലർ പീരീഡ് ഉണ്ടായിരിക്കും. 1 year, മോർ ദാൻ 1 year, മോർ ദാൻ 5 year. അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം, മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ്. ഓക്കെ, ഇനി പറയുന്ന ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് 0 ആണെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ അക്കൗണ്ട് ഓവർ ഡ്രോ ചെയ്യാം, ക്യാഷ് കൂടുതലായിട്ട് പിൻവലിക്കുക. അല്ലെങ്കിൽ 5000 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ബാങ്ക് മാനേജർ റേറ്റ് ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് 10,000 രൂപ നമുക്ക് പിൻവലിക്കാം. 5000 രൂപ അഡീഷണൽ ആയിട്ട് പിൻവലിക്കാം. നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് കൊടുക്കേണ്ട എത്രയാണ്, ആ അഡീഷണൽ വിത്ഡ്രോവൽസിനാണ്. അപ്പോൾ ഒരു ബാങ്കിനെ ഓവർ ഡ്രോ ചെയ്യുന്നതിന് ഓവർ ഡ്രാഫ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് വിത്ഡ്രോ ചെയ്യുന്നതിന് മാത്രമേ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഈ ഫെസിലിറ്റീസ് അവൈലബിൾ എപ്പോഴും കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ്. ഓക്കെ, നോക്കുക, ഇറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ക്രെഡിറ്റ് ഫ്രം എ ബാങ്ക് വെൻ ദ അക്കൗണ്ട് ബാലൻസ് റീച്ചസ് 0 ലെവൽ. 0 ലെവൽ ആകുമ്പോഴും നമുക്ക് ഓവർ ഡ്രോ ചെയ്യാം. Okay, the bank advances loan its customers up to a certain amount through overdrafts. കൊടുക്കുന്നതിന് ബാങ്കിന് ഒരു പരിധി ഉണ്ടായിരിക്കും 0 ബാലൻസ് ആയിട്ട്. അത് ആ കസ്റ്റമറിൻ്റെ ആ ബാങ്കിനോടുള്ള ട്രാൻസാക്ഷൻ, ബാങ്കിനായിട്ടുള്ള റിലേഷൻ അതനുസരിച്ചായിരിക്കും ആ ലിമിറ്റ് ബാങ്ക് തീരുമാനിക്കാം. ഇഫ് ദർ ആർ നോ ഡെപ്പോസിറ്റ് ഇൻ ദ കറണ്ട് അക്കൗണ്ട് ഫോർ ദിസ്, ദ ബാങ്ക് ഡിമാൻഡ് എ സെക്യൂരിറ്റി ഫ്രം ദ കസ്റ്റമർ. ഇന്നലെ അയാൾക്ക് ഒരു തരത്തിലുള്ള ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ബാങ്ക് എന്ത് ചോദിക്കും, അവരോട് സെക്യൂരിറ്റി ചോദിക്കും. നിരന്തരമായിട്ട് ട്രാൻസാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നതാണെങ്കിൽ അവർ എന്ത് ചോദിക്കില്ല, ഒരിക്കലും സെക്യൂരിറ്റീസ് ഒന്നും ചോദിക്കില്ല. പിന്നെ ഇതിന് ചാർജ് വെരി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, വലിയ തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ചാർജ് ആക്കുക. ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് വിൽ ബി അലൗഡ് ഓൺലി ഫോർ ദ കറണ്ട് അക്കൗണ്ട് ഹോൾഡർ. ഒരു കറണ്ട് അക്കൗണ്ട് ഹോൾഡർക്ക് തൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ സ്വഭാവം അനുസരിച്ച് ബാങ്ക് ഒരു പ്രത്യേക ലിമിറ്റ് വരെ ലോൺ കൊടുക്കുന്നതാണ് കറണ്ട് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആ കറണ്ട് അക്കൗണ്ടിൽ യാതൊരുവിധ ട്രാൻസാക്ഷൻ നടക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ബാങ്ക് എന്ത് ചോദിക്കും, അവരോട് സെക്യൂരിറ്റി ചോദിക്കും. ഓക്കെ, ഇനി പറയുന്നത് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഈ ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട്. അതായത് ഈ ബാങ്കിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന 3 ഇൻസ്ട്രുമെൻസുകളാണ്. പൈസ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. അപ്പോൾ ഈ പ്രോമിസറി നോട്ട് അഥവാ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പർട്ടിക്കുലർ ടൈം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു സെല്ലർ ഒരു 50,000 രൂപയ്ക്ക് ഒരാൾക്ക് കടത്തിന് വിറ്റു. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, ആ എമൗണ്ട് തരാം എന്ന് പറയും. അപ്പോൾ അതൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആകാം, പ്രോമിസറി നോട്ട് ആയിരിക്കും. അപ്പോൾ ഈ എമൗണ്ട് കിട്ടേണ്ട ക്രെഡിറ്റർ എന്ത് ചെയ്യും, ആദ്യം അത് എഗ്രി ചെയ്തതാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു മാസത്തിന് മുമ്പ് തന്നെ അയാൾക്ക് എന്ത് ചെയ്യണം, പണത്തിൻ്റെ ആവശ്യം വന്നതാണ്. അപ്പോൾ ഈ പ്രോമിസറി നോട്ട് അപ്രൂവ് ചെയ്താക്കോ
അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുത്തപ്പോൾ ആ പൈസ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അയാൾ എന്താണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്ററോട്, ഞാൻ നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞിട്ടാണ്, അത് എഗ്രി ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റർ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഈ പ്രോമിസറി നോട്ട് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെച്ചിട്ട് ബാങ്കിൽ കൊണ്ട് ചെല്ലും. എന്നിട്ട് പറയും എനിക്കിത് ഡിസ്കൗണ്ട് ചെയ്ത് തരണം. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ എങ്ങനെ എന്താ അതിലിപ്പോൾ ഒരു 50,000 രൂപയുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോമിസറി നോട്ട് ആണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ഒരു 45,000 രൂപ കൊടുക്കും. എന്നിട്ട് ഓൺ ദ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ആ 50,000 രൂപ വാങ്ങി പോക്കറ്റിലിടും തന്നെ പറയാം. അപ്പോൾ ആ 5,000 രൂപ അവരുടെ കമ്മീഷനാണ്. അങ്ങനെ ചെയ്യുന്നതിനാണ് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയും. ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ചിട്ട് കൊടുക്കും, അതിൻ്റെ ഫുൾ ഫിഗർ കൊടുക്കാതെ കുറച്ച് എമൗണ്ട്, ആ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഫിഗറാണ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ്. ഇതിനെയാണ് പറയുന്നത് നമ്മൾ ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു ഷോപ്പ് കയറിയിട്ട് 1,00,000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തു കടത്തിന് ഷോപ്പിൽ നിന്ന്. അപ്പോൾ പർച്ചേസ് ചെയ്ത ആൾ ഒരു പ്രോമിസറി നോട്ട് കൊടുക്കുന്നു, ഞാൻ ജനുവരി 1-ാം തീയതിയാണ് പർച്ചേസ് ചെയ്യുന്നത്, ജനുവരി 30-ാം തീയതി ഞാൻ നിങ്ങൾക്ക് ഫുള്ള് പൈസ തരാം. അപ്പോൾ വിൽക്കുന്ന സെല്ലർ എന്ത് ചെയ്യുന്നു, ഓക്കെ എന്ന് പറയുന്നു. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ സെല്ലർക്ക് പണം ആവശ്യമാണ്. അപ്പോൾ ഈ ബയ്യറോട് ചോദിക്കാൻ പറ്റുമോ, പറ്റില്ല. അപ്പോൾ ഈ പ്രോമിസറി നോട്ട് എവിടെ കൊണ്ടുപോയി കൊടുക്കും, ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യും. പ്രസൻറ്റ് ചെയ്തിട്ട് പറയും എനിക്ക് ക്യാഷ് മെച്യൂരിറ്റി ഡേറ്റിന് മുന്നേ കിട്ടണം. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, അതിൽ പറഞ്ഞ അതേ എമൗണ്ട് കൊടുക്കുമോ, കൊടുക്കില്ല, പകരം ഒരു സെർട്ടൺ പെർസെൻറ്റേജ് കുറച്ച് കൊടുക്കും. അങ്ങനെ കുറയ്ക്കുന്നതിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യും, ആ എമൗണ്ട് കൊടുക്കും. അല്ലെങ്കിൽ എന്തും അതിൻ്റെ മേലെ ലോൺ വരെ കൊടുക്കും. പക്ഷെ എപ്പോഴും ലോൺ കൊടുക്കുന്ന എത്രയായിരിക്കും, അതിൽ പറഞ്ഞ എമൗണ്ടിനേക്കാളും കുറച്ചായിരിക്കും. ഓൺ ദ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ഫുൾ എമൗണ്ടും ആ ബയ്യറെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, കാരണം നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് ഷോർട്ടായിട്ട് പറയുന്നത്. ഇനി പറയുന്നത് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ആണ്. ഇത് ബാങ്കുകൾ തമ്മിലുള്ള ഒരു ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. ഞാൻ പറഞ്ഞുതരാം. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് is very short term loan that does not have a set repayment schedule. ഇതിനൊരു റീപേയ്മെന്റ് ഷെഡ്യൂൾ ഒന്നും ഉണ്ടാവില്ല. ബട്ട് പേയബിൾ ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഇൻ ദ ഫുൾ അപ്പോൺ ഡിമാൻഡ്. പിന്നെ നമ്മൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചടയ്ക്കണം, അത് ഫുള്ളായിട്ടാണ്, ഇൻസ്റ്റാൾമെൻറ്റ് പറ്റില്ല. മണി അറ്റ് കോൾ ലോൺസ് ഗീവ് bank on the way to earn interest while retaining the liquidity. These are generally lent to the other institutions such as the discount houses, money brokers, stock exchange, bullion brokers, corporate customers, and increasingly to other banks. At call means money is repayable on demand. അറ്റ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ തിരിച്ചടയ്ക്കണം, വിളിക്കണില്ല, നമ്മളെ പൈസ തിരിച്ച് വിളിക്കുകയാണ്. അറ്റ് കോൾ റീപേയബിൾ ഓൺ ഡിമാൻഡ്. വേർ ഹാസ് ഷോർട്ട് നോട്ടീസ് implies the money is to be repayable on the short notice up to 14 days. അപ്പോൾ ഇത് സത്യം പറയുകയാണെങ്കിൽ രണ്ട് ബാങ്കുകൾ, ഇപ്പോൾ കനറ ബാങ്കും ഫെഡറൽ ബാങ്കും വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവർക്ക് പെട്ടെന്ന് ഫണ്ടിൻ്റെ ഷോർട്ടേജ് വരും. ഇപ്പോൾ ഒരു ഫെഡറൽ ബാങ്കിൽ രാവിലെ തന്നെ ഒരാൾ ചെക്ക് പ്രസൻറ്റ് ചെയ്തൊരു 10 കോടിൻ്റെ, ചിലപ്പോൾ നിർഭാഗ്യവശാൽ ബാങ്ക് ചിലപ്പോൾ അത്രയും പണം ഉണ്ടായില്ല. അപ്പോൾ ഇരുത്തുള്ള കനറ ബാങ്ക് ഒന്ന് എന്ത് ചെയ്യും, ഈ ഫണ്ട് അവർ അറേഞ്ച് ചെയ്തിട്ട് കസ്റ്റമറിന് കൊടുക്കും. അപ്പോൾ കസ്റ്റമറിന് ഡീൽ ചെയ്ത് വിട്ടു. പക്ഷേ അപ്പോൾ കനറ ബാങ്ക് ചിലപ്പം 14 ദിവസത്തിനോ അല്ലെങ്കിൽ 10 ദിവസത്തിനോ എനിക്ക് ലോൺ കൊടുക്കുക. അവരെപ്പോൾ ആവശ്യപ്പെടുന്നു അപ്പം തന്നെ 10 കോടിയാണ് എടുത്തിരുന്നത്, ആ 10 കോടി കനറ ബാങ്കിന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ബാങ്കുകൾ തമ്മിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തമ്മിലോ നടത്തുന്ന ഈ ഷോർട്ട് ടേം ആയിട്ട് ഇടപാടുകളെ നമ്മൾ മണി ആറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് വിളിക്കുക. ഇത് നേരിട്ട് സാധാരണ കസ്റ്റമർക്ക് ഈ ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല. പക്ഷെ കോർപ്പറേറ്റുകൾക്ക് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് ബ്രോക്കേഴ്സിനൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇനി കൺസ്യൂമർ ക്രെഡിറ്റ്, ആ പേര് തന്നെ ഉണ്ട്. കൺസ്യൂമർ ക്രെഡിറ്റ് സിംപ്ലി മീൻസ് ഫോർ കസ്റ്റമർക്ക് എന്ത് ചെയ്യുന്ന അവരുടെ കൺസ്യൂമർ ഗുഡ്സ് വാങ്ങാൻ, TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങാൻ ബാങ്ക് ലോൺ കൊടുക്കും. എന്നിട്ട് അവർക്ക് കൺസ്യൂമർ ഗുഡ്സ് വാങ്ങാൻ തിരിച്ചടവ് EMI ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ബാങ്കിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇതിനെയാണ് കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു ഫംഗ്ഷൻ ആണ്, ഇപ്പൊ നമ്മൾ ലെൻഡിങ് എന്ന് പറയുന്ന സെക്ഷനിലെ ഒട്ടുമിക്ക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി പറഞ്ഞ ഇൻവെസ്റ്റിംഗ് ഫണ്ട്സ് ആണ്. ഇൻവെസ്റ്റിംഗ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബാങ്കുകൾ അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യുന്നു, ലോൺ കൊടുക്കുന്നു. ലോൺ കൊടുത്താലും ലോൺ കൊടുക്കാതെ ഒരുപാട് ഫണ്ട് അവരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ആ ഫണ്ടുകൾ ബാങ്കുകൾ നിർബന്ധിതമായിട്ട് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമായ റൂളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഡിവിഡൻഡ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ഒക്കെ ബാങ്കിൽ ലഭിക്കും.
അതാണ് ഇൻവെസ്റ്റിംഗ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ മോഡേൺ ബാങ്കർ is to invest their surplus fund in the government securities, share, debenture, thereby earning interest and dividend. Now it is made compulsory for the commercial bank to invest the part of their funds in the government and other approved securities. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഇൻവെസ്റ്റ് അവരുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ ലോൺ കൊടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് ലാഭം കിട്ടും, സർപ്ലസ് ഉണ്ടായിരിക്കും. ഈ ഫണ്ട് ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് റൂളുണ്ട്. അതിന് അവർക്ക് ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഡിവിഡൻഡ് ഒക്കെ ബാങ്കിൽ ലഭ്യമാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷനാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ? ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ ക്രിയേറ്റ് ചെയ്യുക. ഇത് മോഡേൺ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷനാണ്. നമ്മൾക്കറിയാം, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് ലാഭം എപ്പോഴാണ് കിട്ടുന്നത്? ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോഴാണ്. അല്ല, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാബിലിറ്റിയാണ്. അവർക്ക് അസറ്റ് എന്ന് പറഞ്ഞു അവർ ലോൺ കൊടുക്കണം, അല്ലേ? ലോൺ കൊടുക്കുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് വരുമാനമായിട്ട് വരും. അപ്പോൾ ലോൺ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ ലോൺ ക്രിയേറ്റ് ചെയ്യുക? അതായത് ഒരു ഡെപ്പോസിറ്റിനെ ലോണിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണത് ക്രെഡിറ്റ് ക്രിയേഷൻ. ഞാൻ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ഇടുന്നു. അപ്പോൾ കുറച്ച് റിസർവ് ബാങ്കിൽ മാറ്റിയിട്ട് 8 ലക്ഷം രൂപ വേറെ ആൾക്ക് ലോൺ കൊടുക്കും. ആ ലോണ് ബാങ്ക് അയാളുടെ അക്കൗണ്ടിൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുന്നു, അയാളെ ക്യാഷ് വിഡ്രോ ചെയ്യുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? ആ 8 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് അയാളെ ആവശ്യത്തിന് ചിലവാക്കുന്നു. അയാൾ വേറെ ആൾക്ക് കടം വാങ്ങിയിട്ടുണ്ടാവും, അയാൾക്ക് ചിലപ്പോൾ 8 ലക്ഷം രൂപ കൊടുക്കുന്നു. ആ 8 ലക്ഷം രൂപ അയാൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പ്രോസസ്സ് ഇങ്ങനെ പോയിട്ട് ഒരു ഡെപ്പോസിറ്റിനെ കൂടുതൽ ലോണാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന് കുറച്ച് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ ക്രെഡിറ്റ് ക്രിയേഷൻ ഡീപ്പായിട്ട് പഠിക്കാനില്ല. അപ്പോൾ ഒരു ഡെപ്പോസിറ്റിൽ നിന്നും ഒരു ലോൺ ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ വീഡിയോസ് 2 പ്രാവശ്യം കാണുക, കണ്ടിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ.